Praise the Lord. Hallelujah. Blessing 2025. സെക്കൻഡ് എപ്പിസോഡിലേക്ക് യേശുനാമത്തിൽ വലിയ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ വർഷം അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് നൽകുന്ന മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം അത് കൃപയുടെ ജീവിതമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് നമ്മെ വിടുവിച്ച് സ്തുതിയുടെ അഭിഷേകത്തിലേക്ക് സ്തുതിപ്പിന്റെ മേലങ്കി നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവ്, മൂന്നാമത് കർത്താവ് നമുക്ക് നൽകുന്നത് കൃപയുടെ ജീവിതമാണ്. കർത്താവ് പൗലോസിനും പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകം വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ കാരണം അവരിൽ കൃപ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കൃപ അവരിൽ ആക്റ്റീവാണ്. എഫെസോസ് 2:8 വിശ്വാസം മൂലം കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, നിങ്ങൾ നേടിയെടുത്തതല്ലാതെ ദൈവത്തിന്റെ ദാനമാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം മൂലം കൃപ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ദൈവം തന്റെ ആത്മാവിനെ വർഷിക്കുന്നു. ആ വ്യക്തിയിൽ പിന്നെ കൃപ ആക്റ്റീവ് ആകുന്നു. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ദൈവം നൽകുന്ന ശക്തി ആ വ്യക്തിയിൽ പിന്നെ പ്രവർത്തിക്കുകയാണ്. ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തുവാൻ ദൈവം തന്റെ ശക്തിയെ ആ വ്യക്തിയിൽ നിക്ഷേപിക്കുകയാണ്. അതാണ് കൃപ. പ്രിയപ്പെട്ടവരെ, ഈ കൃപ ഇല്ലാത്തതിനാൽ അനേകം കുടുംബങ്ങൾ, യുവജനങ്ങൾ, യുവതിവാക്കൾ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൃപ സ്വീകരിക്കുവാൻ പ്രിയപ്പെട്ടവരെ ഹൃദയങ്ങളെ തുറക്കുക. എങ്ങനെയാണ് ഈ കൃപ ലഭിക്കുന്നത്? യോഹന്നാൻ 1:16 പറയുന്നു, യേശുവിന്റെ പൂർണ്ണതയാൽ നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. യേശുവുമായി ഐക്യപ്പെടുവാൻ ജീവിതങ്ങളെ ക്രമീകരിക്കുക. ഓരോ നിമിഷവും യേശുവുമായി പരിശുദ്ധാത്മാവിനാൽ ഐക്യപ്പെടുക. അതിലൂടെ കൃപയുടെ സമൃദ്ധിയിലേക്കാണ് നാം നയിക്കപ്പെടുന്നത്. കൃപയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ അർത്ഥമില്ല. നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുകയില്ല, ക്ഷമിക്കാൻ സാധിക്കുകയില്ല, ദൈവിക സ്വഭാവത്തിൽ വളരാൻ സാധിക്കുകയില്ല. ജീവിതത്തിൽ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കൃപയില്ലാത്തൊരു വ്യക്തി പലപ്പോഴും പരാജയത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ചിന്തിക്കും. എന്നാൽ കൃപയുള്ള വ്യക്തി ചിന്തിക്കും, ഇതും ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കുവാൻ ഒരു വഴിയാണ്. കൃപ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ്. മാർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ അവിടെ രക്തസ്രാവക്കാരി സ്ത്രീയെ കുറിച്ച് പറയുന്നു. അവരുടെ ജീവിതങ്ങളിൽ 12 വർഷം അതുപോലെ വേദനയാണ്, രോഗപീഠയാണ്, എല്ലാ വിധത്തിലും ശ്രമിച്ചിട്ടും ഒരു മാറ്റവും ഇല്ല. എന്നാൽ 5:27 പറയുന്നു, അവൾ ഒരു ദിവസം യേശുവിനെ കുറിച്ച് കേട്ടു. അവൾ യേശുവിൽ വിശ്വസിക്കുന്നു. അനേക രക്തസ്രാവക്കാരികൾ അന്ന് ഇസ്രായേലിലുണ്ട്. അവരും യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ അവർ അത് ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ല. ഈ മകൾ ഹൃദയത്തിൽ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നു. അത് അവളിൽ കൃപയായി രൂപപ്പെടുന്നു. കൃപ രൂപപ്പെട്ട രക്തസ്രാവക്കാരി സ്ത്രീ പിന്നീട് എന്താണ് ചെയ്യുന്നത്? അവൾ യേശുവിനെ തൊടുവാൻ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കൃപ വെളിപ്പെടുമ്പോൾ യേശുവുമായി വ്യക്തിപരമായ ബന്ധത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുകയാണ്. രക്തസ്രാവക്കാരി സ്ത്രീ ഇതാ സൗഖ്യം പ്രാപിക്കുന്നു. കാനാൻകാരി സ്ത്രീയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അവളും യേശുവിനെ കുറിച്ച് കേൾക്കുന്നു. യേശു പറയുന്നു, ഇതാ മക്കൾക്കുള്ള അപ്പം നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുകയില്ല. ഈ സമയം കൃപ പ്രവർത്തിക്കുന്ന കാനാൻകാരി എന്താണ് പറയുന്നത്? അവൾ പറയാണ്, കർത്താവേ, നായ്ക്കളും യജമാമരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ. അത് കൃപയുടെ വാക്കുകളായിരുന്നു. ഇത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അവിടെ 1 മുതൽ 11 വരെ വാക്യങ്ങൾ. അവിടെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് കർത്താവ് അനുകമ്പ കാണിക്കുകയാണ്. എല്ലാവരും കല്ലെറിയാൻ നിൽക്കുമ്പോൾ യേശു പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. ആ വചനം അവളെ അത്ഭുതമായി രക്ഷിച്ചു. പിന്നീട് യേശു അവളോട് ചോദിക്കുകയാണ്, മകളെ, അവര് നിന്നെ ശിക്ഷിച്ചില്ലേ? അവൾ പറഞ്ഞില്ല കർത്താവേ. അപ്പോൾ യേശു പറയുന്നു, അതാണ് കൃപയുടെ വചനം, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല, നീ പോയിക്കൊള്ളുക, എന്നാൽ ഇന്നു മുതൽ നീ പാപം ചെയ്യരുത്. അതെന്താണ് പ്രിയപ്പെട്ടവരെ? അത് കൃപയും സത്യവുമാണ്. നിയമം മോശ വഴി നൽകപ്പെട്ടു, യോഹന്നാൻ 1:17. എന്നാൽ കൃപയും സത്യമാകട്ടെ ക്രിസ്തു വഴിയുണ്ടായി. നമ്മുടെ കർത്താവ് കൃപയാണ്, സത്യവുമാണ്. ആ കൃപയും സത്യത്തിലേക്കും നമുക്ക് നടക്കാൻ, നമ്മുടെ ജീവിതം 2025 അനുഗ്രഹിക്കപ്പെടുവാൻ, കൃപ പ്രാപിക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. പരിശുദ്ധാത്മാവ് നമ്മെ അഭിഷേകം ചെയ്യട്ടെ. അനുഗ്രഹം സ്വന്തമാക്കുവാൻ കർത്താവ് നമുക്ക് നൽകുന്ന 4-ാമത്തെ നിർദ്ദേശം, നീ ഒരു അനുഗ്രഹമായി മാറുക. നമുക്കൊരു അനുഗ്രഹമാകാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേലെ ഇറങ്ങി വരണം. ദൈവം നൽകുന്ന ഒരു പ്രവൃത്തിയാണ്. എപ്പോൾ നമ്മൾ പരിപൂർണമായ ജീവിതം കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ.
ഉൽപ്പത്തിയുടെ പുസ്തകം 12:2 കർത്താവ് അബ്രാഹത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു വലിയൊരു ജനതയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് മഹത്തരമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. പ്രിയപ്പെട്ടവർ, ഈ 4ാമത് പറഞ്ഞ വചനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നീ ഒരു അനുഗ്രഹമായിരിക്കും. പ്രിയപ്പെട്ടവർ, ഇന്ന് അനേകർ അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അനുഗ്രഹമാകുന്നവരെയാണ് കർത്താവ് പേര് ചൊല്ലി വിളിച്ച് തന്റെ പ്രവൃത്തിക്കായി അഭിഷേകം ചെയ്ത് ഉപയോഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നല്ലൊരു അമ്മയാണോ, നല്ലൊരു അപ്പനാണോ, നല്ലൊരു മകനാണോ നമ്മളൊരു അനുഗ്രഹമായി മാറണം. സമൂഹത്തിന്, സഭയ്ക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മളൊരു അനുഗ്രഹമായി മാറുമ്പോഴാണ് ദൈവം നമ്മെ നോക്കി പ്രസാദിക്കുന്നത്, ദൈവം നമ്മെ നോക്കി സന്തോഷിക്കുന്നത്. ഒരു വിശുദ്ധനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വിറ്റാലിസ്. ഷാലോം ടൈംസിലാണ് ഞാൻ ആ വിശുദ്ധനെ കുറിച്ച് വായിച്ചത്. ആ വിശുദ്ധൻ അറേബ്യൻ മണരാരണ്യങ്ങളിൽ തപസ് ചെയ്ത് ജീവിക്കുകയാണ്. വലിയ പ്രാർത്ഥന, വലിയ കൃപ, വലിയ സഹനം. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് ഒരു ദിവസം ആ വിശുദ്ധനോട് പറഞ്ഞു, അലക്സാണ്ട്രിയ പട്ടണത്തിലേക്ക് പോകുക, അവിടെ എൻ്റെ ഒരു അനുഗ്രഹമായി മാറുക. പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധൻ തന്റെ താമസ ജീവിതമെല്ലാം മാറ്റിവെച്ച് അലക്സാണ്ട്രിയൻ പട്ടണത്തിലേക്ക് പോവുകയാണ്. ഈജിപ്തിലെ ആ പട്ടണത്തിൽ ചെന്ന് അവിടെയുള്ള ഒരു ഗ്രാമത്തിൽ, അവിടെയുള്ള ഒരു പട്ടണത്തിൽ ജീവിക്കുകയാണ്. ജോലിയെടുത്താണ് ജീവിക്കുന്നത്. കാലത്ത് സമയങ്ങളിൽ പ്രാർത്ഥിക്കും, വിശുകുർബാന സ്വീകരിക്കും. അതിനുശേഷം വിറക് വെട്ടുന്ന ജോലി ഏറ്റെടുക്കുകയാണ്. അതിന് ലഭിക്കുന്ന സമ്പത്ത് ആ വ്യക്തി സ്വീകരിക്കും. അതിനുശേഷം ആ വ്യക്തി രാത്രി കാലങ്ങളിൽ വേശ്യാലയങ്ങളിൽ പോകും. പിറ്റേ ദിവസം വീണ്ടും വിശുദ്ധ കുർബാനയ്ക്ക് കടന്നു വരും. എന്നാൽ നാട്ടുകാരെല്ലാം ഇത് അറിയുകയാണ്, ഈ വ്യക്തി രാത്രി കാലങ്ങളിൽ വേശ്യാലയങ്ങളിൽ പോവുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? നാട്ടുകാരെല്ലാം ഒന്നിച്ചുകൂടി പറഞ്ഞു, ഈ വ്യക്തിയെ സഭയിൽ നിന്ന് പുറത്താക്കണം, ഈ വ്യക്തിക്ക് വിശുദ്ധ കുർബാന കൊടുക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ അവർ വൈദികരെടുത്ത് പരാതിയുമായി എല്ലാം വരികയാണ്. അങ്ങനെ ഒരു ദിവസം ഈ വിശുദ്ധൻ മരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, മരിച്ചു കഴിഞ്ഞപ്പോൾ ധാരാളം വേശ്യ സഹോദരികൾ കടന്നു വന്ന് അലറി നിലവിളിക്കുകയാണ്. ഈ വിശുദ്ധനെ അത്രമാത്രം അവർ സ്നേഹിച്ചിരുന്നു. അപ്പൊ വൈദികർ ചോദിക്കുക, എന്താണ് നിങ്ങൾ കരയാൻ കാരണം? അവർ ഇപ്രകാരം പറഞ്ഞു, ഈ വ്യക്തിയാണ് രാത്രി കാലങ്ങളിൽ ഞങ്ങളെ തേടി വരും, ഞങ്ങളെ സാമ്പത്തികമായി സഹായിച്ചിട്ട് പറയും, നിങ്ങൾ ഇന്ന് ഒരു പാപം ചെയ്യരുത്, നിങ്ങൾ പോയി കിടന്നുറങ്ങണം. അതിനുശേഷം ഈ സഹോദരന്റെ വ്യക്തി ജീവിതം കണ്ട് ഞങ്ങൾക്ക് മാനസാന്തരം ഉണ്ടായി. ഞങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിനെ അറിഞ്ഞു. ഇതിൽ കുടുംബജീവിതം ആഗ്രഹിച്ചിരുന്ന സഹോദരിമാർക്ക് ഈ വിശുദ്ധ തന്നെ സമ്പത്ത് സ്വരൂപിച്ച് വിവാഹ ജീവിതത്തിലേക്ക് നയിക്കുകയാണ്. അനേകം സഹോദരിമാർ ഇതാ പാപ ജീവിതത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് യേശുവിന്റെ വിശുദ്ധിയിലേക്ക് ഈ സഹോദരൻ വഴിയായി കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വിറ്റാലിസ് ഒരു അനുഗ്രഹമായി മാറി. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കൂടി നന്മയായി മാറണം. പ്രിയപ്പെട്ടവരെ, സ്വന്തം ജീവിതത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവർ ഒരു ക്രിസ്ത്യാനിയല്ല. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവൻ ഒരു ക്രിസ്ത്യാനിയാണ്. യേശു നമുക്ക് വേണ്ടി രക്തം ചിന്തിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി രക്തം ചിന്തി ആ യേശുവിന് വേണ്ടി ജീവിക്കുന്നതാണ് യഥാർത്ഥ അനുഗ്രഹത്തിന്റെ ജീവിതം. അതിലേക്ക് കർത്താവ് ഈ വർഷം നമ്മെ നയിക്കട്ടെ. എല്ലാ നന്മകളും ഞങ്ങൾ ഒരുമിച്ച്, ഞാനും പ്രിയപ്പെട്ട ദീപു സഹോദരനും ഞങ്ങൾ കൂട്ടായ്മ ഒരുമിച്ച് നിങ്ങളെ നേരുകയാണ്. കർത്താവ് നിങ്ങളെ സമർത്ഥമായി ഈ വർഷം അനുഗ്രഹിച്ച് ഉയർത്തട്ടെ, ഒരു അനുഗ്രഹമാക്കി മാറ്റട്ടെ. പ്രാർത്ഥിക്കുന്നു. ആമേൻ.